എന്റെ പൊന്നോ, ഈ അടുത്ത് ഇത്ര അധികം രാഷ്ട്രീയപരമായി സംസാരിക്കപ്പെട്ട ഒരു വിഷയം ഉണ്ടാവില്ല. മൈക്കിൾ ജാക്സൺ, സ്റ്റീഫൻ ഹോക്കിൻസ് എന്തു പറയുന്നു, നമ്മുടെ നരേന്ദ്രമോദിയെ വരെ ഉൾപ്പെടുത്തിയ ഒരു സംഭവം. ഈ സമയം കൊണ്ട് എന്താണ് ഈ സംഭവം എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇതിനെപ്പറ്റി വളരെയധികം സിമ്പിളായിട്ട് ആരും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും 1-2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഓരോരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്താ വെച്ചാൽ എപ്സ്റ്റീൻ ഫയൽസ് എന്താണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഏതൊരു സാധാരണക്കാരനും ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു ഇൻസിഡന്റിനകത്തുള്ളത്. വെറും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്ര അധികം കോടി രൂപയുടെ ആസ്തി വരുന്നത്? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് എല്ലായിടത്തും കേൾക്കാൻ കഴിയുന്നത് എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ള ഒരു പേര് മാത്രമാണ്. പക്ഷേ ഇവിടെ എപ്സ്റ്റീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ലാസ്റ്റ് നെയിം മാത്രമാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വഴി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹം എന്നായിരിക്കും വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കണക്ക് മാഷായിട്ടാണ്. മാൻഹാറ്റൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഡാൾട്ടൺ സ്കൂളിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ വാക്ക് വഴി ഇദ്ദേഹം ബെയർ സ്റ്റേൺസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലിക്ക് കയറി. ഈ സംഭവം നടക്കുന്നത് 1976-ലാണ്. അങ്ങനെ 4-5 വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാരണം ആ ബാങ്കിലുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ആ ബാങ്കിന്റെ പാർട്ട്ണർ ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ. ഇദ്ദേഹം ഈ ബാങ്കിന്റെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഈ ബാങ്കിന്റെ പ്രോഫിറ്റിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ജോലിയുമായിട്ട് കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് വന്നു. ഈ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് കോണ്ടാക്റ്റുകളും ഒരുപാട് കണക്ഷനുകളും ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ ഇദ്ദേഹം ആ ഒരു ജോലി റിസൈൻ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു ബാങ്കിന്റെ പാർട്ട്ണർ ആയിട്ട് പോലും ആ ഒരു ജോലി ഉപേക്ഷിച്ചതെന്നുള്ളത്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം അദ്ദേഹം ചെയ്തത്. അങ്ങനെ 1988-ൽ ജെഫ്രി എപ്സ്റ്റീൻ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ കമ്പനി ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപാടധികം ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇദ്ദേഹം സാധാരണ ക്ലയൻസിനെ ഒന്നും എടുക്കില്ല. ആ കാലത്ത് മിനിമം $1 ബില്യൺ ആസ്തിയുള്ള ക്ലയൻസിനെ മാത്രമാണ് ഇദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. ഇത്തരം കമ്പനികളുടെ ഒരു സർവീസ് ഉണ്ടാവും വെച്ചാൽ ഇപ്പോൾ $1 ബില്യൺ ഒരു ക്ലയന്റ് ഇദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് അഡ്വൈസസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു $1 ബില്യൺ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൂട്ടിക്കൊണ്ടുവരാൻ ഈ ഒരു കമ്പനി സഹായിക്കും. അതായത് ഇവരുടെ കൈവശമുള്ള പൈസയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് മുഴുവനും ഈ ഒരു കമ്പനി കൊടുക്കും. ഇത്തരം ആൾക്കാരെ അല്ലെങ്കിൽ ഇത്തരം കമ്പനീസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള കമ്മീഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത് വലിയ വലിയ എമൗണ്ടുകളൊക്കെ വെച്ച് കളിക്കുന്ന ക്ലയൻസ് വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം $1 ബില്യൺ ആസ്തിയുള്ള ക്ലയൻസിലേക്ക് പിടിക്കുന്നത്. അങ്ങനെ ഈ കമ്പനി തുടങ്ങി 3 വർഷങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ഒരു ക്ലയന്റിനെ ഇദ്ദേഹത്തിന് കിട്ടുന്നു. ഈ ക്ലയന്റിന്റെ വിശ്വാസം എപ്സ്റ്റീന് കൈവരിക്കാൻ സാധിച്ചു. വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ വിശ്വാസമായി പോയി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ, അതായത് ഈ ഒരു ക്ലയന്റിന്റെ സ്വത്തിന്റെ ഫുൾ പവർ ഓഫ് അറ്റോണി നമ്മുടെ എപ്സ്റ്റീന്റെ കയ്യിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരെ എത്തി. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഈ ഒരു ക്ലയന്റിന് എപ്സ്റ്റീന്റെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ നമ്മുടെ ക്ലയന്റിന് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ ഉപയോഗിക്കണമെങ്കിൽ എപ്സ്റ്റീന്റെ ഒപ്പ് വേണം. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയായി പോയത്. ഇവിടെ ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്ന ഇദ്ദേഹം നിസ്സാര പുള്ളിയൊന്നും അല്ലായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഐക്കോണിക് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡിന്റെ ഉടമയാണ് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നിമിഷം മുതലാണ് എപ്സ്റ്റീന്റെ സാമ്പത്തിക ചുറ്റുപാട് റോക്കറ്റ് വിട്ടോടെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയത്. ഏകദേശം $200 മില്യൺ ആണ്. അതിപ്പോ എത്ര കോടിയാണ് താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യയാണ് ആ കാലത്ത് ഇദ്ദേഹം ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുത്തുകൊണ്ട് മാത്രം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ നമ്മുടെ വിക്ടോറിയ സീക്രട്ടിന്റെ മുതലാളി ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ഒരു വലിയ മാൻഷന്റെ അടക്കം ഈ പറയുന്ന എപ്സ്റ്റീന് താമസിക്കാൻ വേണ്ടി കൈമാറുന്നു. എപ്സ്റ്റീന്റെ സാമ്പത്തികം എന്തോരം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ ആ ഒരു കാശ് ഉപയോഗിച്ച് മാത്രം ഇദ്ദേഹം ഒരു ഐലൻഡ് മേടിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഇവിടെ എപ്സ്റ്റീൻ ഐലൻഡ് വാങ്ങുന്നത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഐലൻഡ് കൊണ്ട് ഇദ്ദേഹത്തിന് വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഇദ്ദേഹത്തിന് വളരെയധികം വെറുക്കാൻ സാധ്യതയുണ്ട്.
ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടികളിൽ വെച്ച് ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളൊക്കെ നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇവിടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു നിസ്സാര പാർട്ടി ഒന്നല്ല. ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇലോൺ മസ്ക്, മൈക്കിൾ ജാക്സൺ, സ്റ്റീഫൻ ഹോക്കിൻസ്, ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് രാജകുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ, അങ്ങനെ ഒരുപാട് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഇത്രയധികം കോടികൾ ചെലവഴിച്ച് ഈ പാർട്ടികളൊക്കെ നടത്തുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അതായത് സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വളരെയധികം തിക്കായിട്ടുള്ള ഒരു ആത്മസൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പരിപാടി ചെയ്തത്. ഇവിടെ വന്നിരിക്കുന്ന അതിഥികളുടെ സൗഹൃദം നേടിയെടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഏത് കളി വേണമെങ്കിലും കളിക്കും. ലിറ്ററലി എന്ത് വേണമെങ്കിലും ഇദ്ദേഹം ചെയ്തു കൊടുക്കും. അതിനുവേണ്ടി ഇദ്ദേഹം എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെന്ന ഒരു പബ്ലിക് വേദിയിലൂടെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അതിനെ അനുവദിക്കില്ല. ഇവർ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് പോക്സോ കേസ് അടക്കം ചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നിരുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുപോയി. പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. 2005 ഫ്ലോറിഡയിലുള്ള ഒരു ഫാമിലി, അവർക്ക് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അടുത്ത് പോയി പറയുന്നു, എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായെന്നുള്ളത്. അങ്ങനെ നേരെ ഈ ഒരു കാര്യം ഇവർ ഫ്ലോറിഡയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയില്ലേ, അദ്ദേഹം ഈ കുട്ടിക്ക് കുറച്ച് പൈസ ഓഫർ ചെയ്യുന്നു. പകരം എപ്സ്റ്റീനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ചിലപ്പോൾ ഇദ്ദേഹം വളരെയധികം വലിയൊരു തുക ഈ കുട്ടിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ഈ കുട്ടി ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ വളരെയധികം ദാരുണമായിരുന്നു. ഈ കുട്ടി ആ ഒരു ചെറുപ്രായത്തിൽ അനുഭവിച്ച കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തു പറയാൻ കൊള്ളില്ല. ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ പോലീസുകാർ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. ഈ ഒരു കംപ്ലൈന്റോടെയാണ് എപ്സ്റ്റീൻ എന്ന ഇദ്ദേഹത്തിന്റെ തനി നിറം പുറം ലോകം കണ്ടു തുടങ്ങിയത്. സ്വന്തം സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കണ്ണുനീര് കുടിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു നീണ്ട ഇൻവെസ്റ്റിഗേഷൻ ഇദ്ദേഹത്തിനെതിരെ നടത്തിവരുന്നു. അങ്ങനെ 2006 ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോടതി വിചാരണയ്ക്ക് ശേഷം ഇദ്ദേഹം ഗിൽറ്റി ആണെന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ 18 മാസത്തേക്ക് ഇദ്ദേഹത്തിനെ ജയിലിലിട്ടു. പക്ഷെ കേവലം 13 മാസങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. 2019 വരെ എത്തുന്നു. ആ കാലഘട്ടം കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നു. അതായത് ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ തെളിവുകളും ഇങ്ങനെ ശേഖരിക്കുന്നു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് പോലീസുകാർ ശേഖരിച്ച ഇൻഫോർമേഷനും ഒരുപാട് എവിഡൻസസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തലങ്ങും വിലങ്ങും അനങ്ങാണ്ട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ 2019 ഇദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം കസ്റ്റഡിയിൽ ഇരിക്കെ ആത്മഹത്യ ചെയ്തു എന്നാണ് റൂമേഴ്സ് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇല്ലാണ്ടാവുന്നു. ഇതാണ് ശരിക്കും ഇവിടെ നടന്നത്. ഇതാണ് ശരിക്കും എപ്സ്റ്റീൻ ഫയൽസിന്റെ തുടക്കം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ശരിക്കും എപ്സ്റ്റീൻ ഫയൽസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇവിടെ ഇദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ട് പരാതി കൊടുത്ത ആ 14 വയസ്സുകാരി കുട്ടിയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് 2019 വരെ ഈ പോലീസുകാരും CI എല്ലാവരും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളും എവിഡൻസസും എല്ലാം കൂടി കുത്തിനിറച്ച് ഏകദേശം 60 ലക്ഷം പേജുള്ള വലിയൊരു ഡോക്യുമെന്റ്, വലിയൊരു ഫയലാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. 2019 ഇദ്ദേഹത്തെ പൂട്ടിയിരിക്കുന്ന ഒരു പൂട്ട് എന്ന് പറയുന്നത് ഒരു 1.5 പൂട്ടായത് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഈ 60 ലക്ഷം പേജുകളിൽ നമുക്ക് ഇമേജസ് കാണാം, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത്ര അധികം ഇൻഫോർമേഷൻ ആണ് നമ്മുടെ പോലീസുകാർ ഇദ്ദേഹത്തിനെതിരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് ഒരു സാധാരണ ആൾക്ക് കാണാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണത്. അങ്ങനെ 2025 US കോൺഗ്രസ് ഒരു ആക്ട് പാസ് ചെയ്യുന്നു. അതിന്റെ പേര് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് എല്ലാം പബ്ലിക്കിലേക്ക് തുറന്നു വിടാനുള്ള ഒരു ബില്ലാണ് ശരിക്കും അത്. ഈ ഒരു ആക്ട് വന്നതോടുകൂടി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ളതിന്റെ പ്രഷർ കൂടി വരുന്നു. അങ്ങനെ 2025 ഡിസംബറും 2026 ജാനുവരി ആയപ്പോൾ
ഏകദേശം 30 ലക്ഷത്തോളം ഫയൽസ് പുറത്തേക്ക് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് പബ്ലിക്കിലേക്ക് പുറത്തേക്ക് വിട്ടപ്പോൾ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്ലർ ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻസർ ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ സെൻസർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേരുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഇത് ചെയ്തിരിക്കുന്നത് വിക്ടിംസിന്റെ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ചുമ്മാ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണാൻ പറ്റും, സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഫോട്ടോ കാണാൻ പറ്റും, മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ, ഇലോൺ മസ്കിന്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെയുള്ള പേരുകൾ വന്നതുകൊണ്ട് നമ്മൾ ഇവരെ മോശക്കാരെ കാണാൻ കഴിയും എന്നല്ല. അതായത് ഇവർ കുറ്റം ചെയ്തത് കൊണ്ടല്ല ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഇവരുടെ എല്ലാം പേര് വന്നിരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തിയുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം എപ്സ്റ്റീനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ബാക്കിയുള്ള ഫേമസ് ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതായത് ഇലോൺ മസ്ക്, മൈക്കിൾ ജാക്സൺ, സ്റ്റീഫൻ ഹോക്കിൻസ്, നമ്മുടെ ബിൽ ഗേറ്റ്സ്, ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹൈ ക്ലാസ് പാർട്ടിയിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഇവരാരും ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് യാതൊരു എവിഡൻസും ഈ ഒരു ഫയൽസിന്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഈ ഫയലുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ വിശ്വസിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇത്രയധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ എപ്സ്റ്റീൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുമ്പോൾ അവിടെ ഇദ്ദേഹം നിരവധി ഒളിക്യാമറകൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോ ആരൊക്കെയാണോ ആ ഒരു സംഭവത്തിൽ പെട്ടേക്കുന്നത് അതിന്റെ ഫുൾ എവിഡൻസ് അടക്കം ഫോട്ടോ, വീഡിയോ അടക്കം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ ഒളിക്യാമറ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു സിമ്പിൾ കൺക്ലൂഷൻ ആണത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് കോൺസ്പിറസി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇവിടെ ഇദ്ദേഹം ഒളിക്യാമറ വച്ചിരിക്കുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് എന്നുള്ളൊരു കോൺസ്പിറസി, എന്നുള്ളൊരു ഗൂഢാലോചന അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാനും വീണ്ടും അന്വേഷിക്കാനും നിന്നില്ല. പക്ഷെ ജെഫ്രി എപ്സ്റ്റീൻ നല്ലൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് ആ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനും പറ്റൂല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 2006 ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല, ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തില്ലേ, അതിൽ പിന്നെ ഇദ്ദേഹത്തെ പുറത്ത് വിടുകയും ചെയ്യരുതായിരുന്നു. മരിക്കുന്നവരെ ഇദ്ദേഹം നല്ല നിലയിലാണ് ജീവിച്ചു വന്നത്. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.